നമ്മുടെ ദൈവം നമ്മെ ഓരോ ദിവസവും അത്ഭുതകരമായ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സകല സ്നേഹത്തിനും അവിടുത്തേതായ എല്ലാ ദയയ്ക്കും കരുണയ്ക്കും രാവിലെ നന്ദി കരയറ്റുകയാണ്. വളരെ അത്ഭുതകരമായ നിലയിൽ കർത്താവ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകൽ നമ്മളൊന്നിച്ച ദൈവാനുഗ്രഹത്തിലായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹവും വിടുതലും അതുപോലെ നന്മയുമായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മളിന്ന് രാവിലെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അറിയാം, ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പക്ഷമായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ഇന്ന് വരെ വഴി നടത്തിയ ദൈവത്തിൻ്റെ സകല ദയയ്ക്കായിട്ട് കരുണയ്ക്കായിട്ട് വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ഒന്നിച്ച കർത്താവിനെ രാവിലെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്ന് അവരെപ്പോഴും അവരാശ്വസിപ്പാൻ ഇടയായിത്തീരും. മഹാഭാഗ്യകനാൻ ചേരുന്ന ആ നാൾ വരെ നമ്മളെ സൂക്ഷിപ്പാൻ, നമ്മളെ അത്ഭുതകരമായ നിലയിൽ നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാകയാൽ ഇന്ന് രാവിലെ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് രാവിലെ ഇടയാക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. നമുക്കറിയാം, ഈ ലോകം ആക്ഷേപം ചൊല്ലിയെന്ന് വരാം, ദുഷ്ടർ പരിഹാസം ഓതിയെന്ന് വരാം. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിലും വളരെ അത്ഭുതകരമായ നിലയിൽ ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ ദയയ്ക്കാണ്ട് കരുണയ്ക്കാണ്ട് വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് നന്ദി കരയറ്റുവാൻ ഇടയാണ്. നമുക്കറിയാം, ലോകം നമുക്ക് ഒരിക്കലും ഒരു ആശ്വാസം നൽകുകയില്ല. നാൾ തോറും നമുക്ക് ആശ്വാസമായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ ഇന്ന് പകൽ ശരണപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് പക്ഷമായി നമ്മുടെ കൂടെയിരുന്ന് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സകല ദയയ്ക്കാണ്ട് വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ഒന്നിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഈ രാവിലെ ഇടയാക്കട്ടെ. കർത്തൃപാദത്തിൽ ഇന്ന് പകലായിരിക്കുന്ന എൻ്റെ വത്സര സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത വിശേഷാൽ വന്ദനം ഇന്ന് പകൽ അറിയിക്കുന്ന കർത്താവിൻ്റെ പാദത്തിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമായി വിടുതലായി നന്മയായി മാറുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുന്ന വചനവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും വലിയ വിടുതലും അനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ ഇടയായത് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചാണല്ലോ. നമ്മൾ തുടർമാനമായി ചിന്തിപ്പാൻ ദൈവം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ദൈവത്തിൻ്റെ നാമം അത് അത്ഭുതത്തിൻ്റെ നാമം, മഹത്വം ഭയങ്കരമായ നാമമാണ് നമ്മുടെ കർത്താവിൻ്റെ നാമം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇന്നലെ അവസാനം നമ്മൾ ചിന്തിച്ച് നിർത്തിയ വേദഭാഗം ലേവ്യ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. 21-ാമത്തെ വാക്യം ഇവിടെ നമ്മൾ കാണുന്നത്, ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. ഒരു കാരണവശാലും നമ്മുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉളവാവാൻ ഇടയാകരുത്. നമ്മളതിന് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട നമുക്കറിയാം, കർത്താവിൻ്റെ നാമത്തെ അവർ അശുദ്ധമാക്കിയത് പല നിലയിലാണ്. മറ്റ് ജാതികളുമായിട്ടുള്ള സംസർഗം, അതുപോലെ ജീവനുള്ള ദൈവത്തെ അവർ ഉപേക്ഷിച്ച് അവർ അന്യ ദൈവങ്ങളെ സേവിക്കുക, പല അന്യ ദൈവങ്ങൾക്ക് ബലിപീഠങ്ങളെ പണിത് അതിലവർ ഈ യാഗങ്ങളെ അർപ്പിക്കുക. ഇവിടെ തന്നെ ദൈവത്തിൻ്റെ യാഗപീഠം ഏലിയാവിൻ്റെ കാലത്ത് ഇടിഞ്ഞു കിടക്കുന്നതാണ് തിരുവെടുത്ത് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ നാമം ഏതെല്ലാം നിലയിൽ അവർ അശുദ്ധമാക്കാൻ കഴിയുമോ ആ നിലയിലെല്ലാം അവരശുദ്ധമാക്കി വരാം. കർത്താവിനെ സേവിക്കുന്ന പുതിയ നിയമവിശ്വാസികളെ
സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മിൽ പ്രതീക്ഷിക്കുന്ന ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകാൻ തക്കവണ്ണമുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉളവാവാൻ ഇടയാകരുത്. നമ്മളതിനു വേണ്ടി വളരെ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ദൈവത്തിൻ്റെ നാമം ഞാൻ മുഖാന്തരം ഒരു കാരണവശാലും അശുദ്ധമാകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അതിനായി നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിക്കുക. അവിടെ എൻ്റെ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം നമ്മൾ ചേർന്ന് വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പന ചെയ്യരുത്. അടുത്തത് അതിഭാഷണത്തിൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നവല്ലോ. ഇത്ര മനോഹരമായ വാക്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഒരിക്കലും നമ്മൾ ജാതികളെ പോലെ നമ്മൾ ജൽപ്പന ചെയ്യുന്നവരായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. അത് നമ്മൾക്കൊരു ഉപദേശമാണെങ്കിൽ, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ അവരോട് തുല്യരാകരുത്. നമ്മൾ ജാതികളെ പോലെ ജാതികളോട് നമ്മൾ ഒരിക്കലും തുല്യരാകരുത്. ഇവിടെ ജാതികളെന്ന് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ സേവിക്കാത്ത തൻ്റെ ജനത്തോട് ബന്ധപ്പെട്ടാണ്. അന്നേരം അവരോട് നമ്മൾ തുല്യരാകരുത്. അടുത്തത് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്ന കർത്താവാണ്. നമ്മെ ഈ 6-ാം അധ്യായം ഒത്തിരി നമ്മെ ബലപ്പെടുത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പല നിലയിലാണ് തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ 6-ാം അധ്യായത്തിൽ അവർ വളരെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ നമ്മളിവിടെ കാണുകയാണ്. ഇതിനൂടെ പറഞ്ഞ് ഇവിടെ നമ്മൾ കണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ഇന്ന് രാവിലെ എനിക്കെന്താണ് ആവശ്യമെന്നുള്ളത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നുള്ള കാര്യം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക ചെയ്യുന്നത്. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഉറപ്പുണ്ട്? എൻ്റെ ആവശ്യങ്ങൾ ഞാൻ യാചിക്കുന്നതിന് മുമ്പേ എൻ്റെ സുഖത്തിലെ ദൈവം അറിയുന്നുണ്ട്. അന്നേരം നമ്മളിനി ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ? നമ്മളിനിയും നമ്മുടെ കർത്താവ് എല്ലാം അറിയുന്നത് കൊണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ടോ? നിശ്ചയമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരാം. നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവത്തോട് നമ്മൾ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അന്നേരം ഏതൊരു ദൈവത്തിലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥന കർത്താവിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു എന്നുള്ള നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല സുഹൃത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്നേരം ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ അറിയുന്നവനായ സ്വർഗ്ഗത്തിലെ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവർക്ക് പ്രാർത്ഥനയോട് ഒരു സ്ട്രെച്ചർ നൽകുകയാണ്. ഇതിന് വരെ ഈ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്ന നല്ലതാണ്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗമായത് ഞങ്ങൾ ഒരുപാടാറുണ്ട്. ഞങ്ങളാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെങ്കിൽ ഇത് മാത്രമായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ 7-ാം അധ്യായം ഞാൻ ഓർപ്പിച്ചല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക്
കല്ലെടുത്ത് കൊടുക്കുമോ? അവർ മീൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കും, മുട്ട ചോദിച്ചാൽ തേളിനെ അവന് പിടിച്ചു കൊടുക്കുമോ? അതിന് ശേഷം കർത്താവ് പറഞ്ഞ്, ദോഷികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അതിനോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുപ്പാൻ ഇടയായിത്തീരും. അതിന് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് വില നമ്മൾ ഈ 4 വാക്യങ്ങൾ 5 വാക്യങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങൾ. നമ്മളാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ കഴിയുമ്പോൾ അത് നമ്മൾ കർത്താവിനോട് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ജാതികളെ പോലെ ഒരിക്കലും നമ്മൾ ജൽപ്പനം ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മൾ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നമ്മൾ ഒരിക്കലും യാചിക്കുന്നവരായി തീരുവാനോ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത് എന്നുള്ള കാര്യം പ്രത്യേകം രാവിലെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അന്നേരം ഇവിടെ കർത്താവായ യേശുക്രിസ്തുവർക്ക് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ കാണുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മൾ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്ന സാറാബുകളെ നമ്മളെ വാക്യത്തിൽ നമ്മൾ വായിക്കുക. അന്നേരം അവിടെ സാറാബുകൾ പറയുന്ന ദൈവം പരിശുദ്ധനാണ്. നമ്മൾ ദൈവദിനത്തിൽ നമ്മൾ ആദ്യയോടെ അന്ത്യത്തോളം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സ്വർഗ്ഗത്തിലെ ദൈവം അവിടുന്ന് പരിശുദ്ധനാണ്. പിന്നെ കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മേലെ കർത്താവിൻ്റെ നാമം അശുദ്ധമായതുകൊണ്ടല്ല, നമ്മിൽ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ, ഞാൻ അശുദ്ധമായത് ഒന്നും ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം അവർ അശുദ്ധമാക്കിയതുപോലെ എൻ്റെ ജീവിതത്തിൽ അശുദ്ധമായ യാതൊരു പ്രവൃത്തിയിലേക്കും, അതായത് തിന്മയുടെ ഒരു വഴിയിലേക്കും പോകാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടയാകരുത്. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തിന്മയുടെ വഴിയിലേക്ക് ഞാൻ ഒരു കാരണവശാലും പോകാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാകരുത്. ദൈവത്തിൻ്റെ മേലെ ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ വാചകം തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഒരിക്കലും ഞാൻ മുഖാന്തരം എൻ്റെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകുന്ന ഒരു നില ഒരിക്കലും വരാൻ ഇടയാകരുത്. ദൈവത്തിന് ഹിതമല്ലാത്തൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ ഇടയാകരുത്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാമം അശുദ്ധമാകുന്ന നിലയിലുള്ള ഒരു നിലയിലുമുള്ള പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതാണ്. എൻ്റെ ദൈവത്തിൻ്റെ നാമം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വിശുദ്ധമായിരിക്കാൻ തക്കവണ്ണം കർത്താവേ, അങ്ങേക്ക് യോഗ്യമായ വഴിയിൽ നടക്കാൻ, അങ്ങേക്ക് ഇഷ്ടമായുള്ള പ്രവൃത്തികളെ ചെയ്യുവാൻ, അങ്ങയുടെ പാതയെ പിൻപറ്റുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് ആവശ്യമായ ദൈവകൃപ എൻ്റെ മേൽ പകരുമാറാകണമെന്നുള്ള ശക്തമേറിയ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിലുണ്ടായിരിക്കട്ടെ. കർത്താവിന് ഹിതമല്ലാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, കർത്താവിൻ്റെ നാമം എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായിത്തരം. ഇതിൻ്റെ പേര് നമുക്കറിയാം, കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാര്യം. സ്തോത്രം. നമ്മുടെ ദൈവം പരിശുദ്ധനായി നമ്മുടെ മധ്യം വസിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ നാമം അശുദ്ധമാകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പേരിൽ ഈ നാമം നമ്മെ വളരെ അത്ഭുതകരമായ നിലയിൽ, അതിശയകരമായ നിലയിൽ വഴി നടത്തുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ എടുക്കുക. കർത്താവിൻ്റെ നാമം അവരുടെ നടുവിൽ വിശുദ്ധമായിരുന്ന നാളുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരെ അത്ഭുതകരമായ നിലയിൽ സ്വർഗ്ഗത്തിലെ ദൈവം വഴി നടത്തുന്നതാണ് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ സ്തോത്രം അവർ പരാജയപ്പെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നമുക്കറിയാം, അനവധി യുദ്ധങ്ങൾ അവർക്ക് നേരെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധങ്ങളിലെല്ലാം തന്നെ സ്വർഗ്ഗത്തിലെ ദൈവം അവർക്ക് അത്ഭുതകരമായ വിജയം നൽകുവാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. സ്തോത്രം.
അന്നേരം ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ നാമം എൻ്റെ വിശുദ്ധമായിരിക്കണം. അന്നേരം നമ്മൾ ജീവിതത്തിൽ സക്സസ് ആകാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, കർത്താവായ യേശുവിൻ്റെ നാമം നമ്മുടെ മധ്യേ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരണം. നമ്മൾ അതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവിൻ്റെ നാമം നമ്മൾ വിശുദ്ധീകരിച്ചാൽ, നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 22 മുതൽ അതിൻ്റെ 25 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വേദഭാഗം വായിക്കാം. മക്കൾ ശ്രദ്ധിക്കുക. സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് യഹോവ തൻ്റെ മഹത്തായ നാമനിമിത്തം അതിൻ്റെ ജനത്തെ എന്ത് ചെയ്തില്ല, കൈവിടുകയില്ല. ഇത്ര ശക്തമായ ദൈവത്തിൻ്റെ ആലോചനയായത് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ മഹത്തായ നാമം ഒരിക്കലും തൻ്റെ ജനത്തെ കൈവിടുകയില്ല. അത് ഞാൻ ഓർപ്പിച്ചത്, ഇസ്രായേൽ ദൈവത്തെ സേവിച്ച കർത്താവിൻ്റെ നാമത്തിന് യോഗ്യമാവണം അവർ ജീവിച്ച സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ അവർ ജീവിച്ച ആ കാലഘട്ടങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഒരിടത്ത് പോലും സ്വർഗ്ഗത്തിലെ ദൈവം അവരെ കൈവിട്ടിട്ടില്ല. സ്തോത്രം. നമ്മളറിയാം, പുറപ്പാട് ആവർത്തന പുസ്തകം 31-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മോശയോട് സ്വർഗ്ഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന, ഞാൻ ഒരിക്കലും എൻ്റെ ജനത്തെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. യോശുവയുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, നമ്മുടെ സ്വർഗ്ഗത്തിലെ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ വേല നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കാൻ തയ്യാറാകുക. നമ്മുടെ സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതകരമായ നിലയിൽ നമ്മെ സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും നമ്മെ കൈവിട്ടെന്ന് വരാം. നമ്മളാണെങ്കിൽ അത്ര ഉറപ്പോടെ നമ്മൾ ചിന്തിക്കുന്ന പല പ്രിയപ്പെട്ടവരും നമ്മെ കൈവിട്ടെന്ന് വരാം. എന്നാൽ ഒരിക്കലും നമ്മെ കൈവിടാത്തവനായിട്ട് നമ്മുടെ കൂടിയിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവിടെ നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മൾ ആ ഒരു ഉറപ്പ് ഉള്ളവരായി മാറുവാൻ പരിശുദ്ധാത്മാവ് ദിവസം നമ്മുടെ ജീവിതത്തിലിടെ നമ്മൾ പറയണം, എൻ്റെ ദൈവനെ ഒരു നാളും കൈവിടുകയില്ല, എൻ്റെ ദൈവനെ ഉപേക്ഷിക്കത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായ നിലയിൽ എന്നെ വഴി നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ കൈവിടാത്തവനായ നാമമാണ് നമ്മുടെ ദൈവത്തിൻ്റെ നാമം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനം 20-ന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ വാക്യം നമ്മെ ഉയർത്തുന്ന നാമം. 20-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വാക്യം ഒന്ന് വായിച്ച് കർത്താവിൻ്റെ മക്കളെ കേൾപ്പിക്കാം. 20-ന്റെ 1-ാമത്തെ വാക്യം. ഇവിടെ പറയുക, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമല്ലമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. എന്നിട്ട് ഇവിടെ പരിശുദ്ധാത്മ പറയുകയാണ്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമല്ലട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. എന്നിട്ട് പരിശുദ്ധാത്മാവോട് പറയും, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം. നമുക്കറിയാമല്ലോ, യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിനെ ആരാ ഉയർത്തിയത്? സ്വർഗത്തിലെ ദൈവമാണ്. എൻ്റെ അമ്മാച്ചനാണ്, എൻ്റെ അമ്മായിപ്പനാണ് ലാബാന്. യാക്കോബ് തന്നെ പറയുന്നത്, അവൻ 10 പ്രാവശ്യം പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ അത് നീ മാറ്റിക്കളഞ്ഞവനാണ്. ആര്? ഈ ലാബാൻ എന്ന് പറയുന്ന വ്യക്തി. നമ്മളത് മനസ്സിലാക്കണം. പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞായിരുന്നു, ഏകദേശം 18 പേരുണ്ട് ആ വീട്ടിൽ. അതായത് 13 മക്കള്, യാക്കോബ് അങ്ങനെ 14, 2 ഭാര്യമാർ, 2 ദാസിമാർ, അങ്ങനെ മൊത്തം 18 പേരുണ്ട്. നമ്മൾ എന്ത് ചോദിക്കും, നമ്മുടെ വീട്ടിൽ ഇന്ന് സാധാരണ നമ്മുടെ ഭവനങ്ങളൊക്കെ 4 പേരേ ഉള്ളൂ. ആ 4 പേരുള്ള കുടുംബം പുലർത്തുവാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്, യാക്കോബിൻ്റെ കുടുംബത്തിൽ 18 പേരുണ്ട്. 18 പേര് ജീവിക്കണം. ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കും? അതിനുള്ള വഴി എന്താ ഉള്ളത്? അതിനുള്ള മാർഗം എന്താ ഉള്ളത്?
ഒരു നയാ പൈസ കയ്യിലുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ യാക്കോബ് തന്നെ പറയുന്നത് ഇസ്ഹാക്കിന്റെ ഭയമായവൻ. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ ദൈവം യാക്കോബിനെ ഉയർത്തുന്നതാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ നമ്മുടെ ഉയർച്ച തടയാൻ ഈ ലോകത്തിലെ ആരൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നമ്മെ ഉയർത്തുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തടയുവാൻ ഇഹത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്നുള്ള കാര്യം നമ്മൾ ഈ രാവിലെ മനസ്സിലാക്കണം. നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയാണെങ്കിൽ ദൈവത്തിന് വില ആരൊക്കെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മെ താഴ്ത്തുവാൻ കഴിയുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിനെ പറയണം, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുന്ന എൻ്റെ ദൈവനെ ഉയർത്തുമെന്ന്. നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ 91 സങ്കീർത്തനം 14 വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഉയർത്തുന്ന നമ്മുടെ ദൈവം. ഇന്ന് പകൽ നമ്മൾ പറയണം, ആരൊക്കെ എന്നെ താഴ്ത്തി കെട്ടിയാലും എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നമ്മൾ തിരുവചനം ഒന്ന് വായിച്ചു നോക്കിയേ. ദൈവത്തെ പരമാർത്ഥതയോടെ സേവിച്ചിട്ടുള്ള ആരെയാണ് ദൈവം ഉയർത്താതിരുന്നിട്ടുള്ളത്? നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടെത്തിയ നാൾ മുതൽ നമുക്ക് ലഭിച്ചതായ അനുഗ്രഹമല്ലാതെ മറ്റൊരു അനുഗ്രഹം ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കുന്ന ഈ നന്മകൾ, ഉയർച്ച എല്ലാം കർത്താവ് മുഖാന്തരം നമുക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പറയേണ്ടത്, എൻ്റെ യേശുവിൻ്റെ നാമം എന്നെ ഉയർത്തുന്ന നാമമാണ്. ഹല്ലേലൂയ. നമ്മൾ ആവർത്തന പുസ്തകം 28 നമ്മൾ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടന്നാൽ നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. കർത്താവിൻ്റെ നാമം ഇതിലെ നാം വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ നാമം നമ്മെ കൈവിടാതിരിക്കുക മാത്രമല്ല നമ്മെ അവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന നാമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഉയർച്ചയെ ആര് തടയുന്നോ അതൊന്നും കണ്ട് ദൈവമക്കൾ ഒരിക്കലും നിരാശരാകരുത്. നമ്മൾ ദൈവത്തിൽ പ്രത്യാശയോടെ ആയിരിക്കുക. ഇന്ന് രാവിലെ ദൈവത്തിനെ വിളിച്ചു പറ, എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്ന്. എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ കർത്താവിനെ ഉയർത്തുമെന്ന്. ഇന്ന് രാവിലെ വരെ, ഈ തിങ്കളാഴ്ച രാവിലെ വരെ ദൈവത്തിന് വലിയ പ്രതീക്ഷിച്ച പോലെ ഒരു ഉയർച്ചയോ പ്രതീക്ഷിച്ചതുപോലെ ഒരു നന്മയോ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. നമ്മൾ ദൈവസന്നിധി വിളിച്ചു പറയണം, എൻ്റെ ദൈവനെ ഉയർത്തുന്ന ദൈവമാണ്, എന്നെ മാനിക്കുന്ന ദൈവമാണ്, എന്നെ ആദരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടുന്ന് അതുകൊണ്ട് തിരുവചനത്തിൽ വായിക്കുന്ന, അവൻ നിങ്ങളെ തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈക്കരുത്താണിരിപ്പിൽ വിശുദ്ധ പത്രോസ്ലീഹ അവൻ്റെ ലേഖനത്തിലോ കൂടി ഓർപ്പിക്കുകയാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കൈകീഴ് താണിരിക്കുന്നവരായിരിക്കണം ഒരു ദൈവവേദന. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ പറ, കർത്താവേ എനിക്ക് ദൈവത്തിന് താണിരിക്കാനുള്ള കൃപ ഇന്ന് സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് നൽകുമാറാകണം. സ്തോത്രം. അതിനായി ദൈവനെ സഹായിക്കണം. നമ്മെ ദൈവരങ്ങളിലേക്ക് രാവിലെ നമുക്കൊന്നിച്ച് ഏൽപ്പിപ്പാൻ ഇടയാകട്ടെ. അന്നേരം ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്ന നാമമാണ്. അതുപോലെ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് സഹായം അയക്കും. നമുക്കറിയാം 20-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പ്രവചനപ്പെടുത്തിയ 3-ാം അധ്യായം എൻ്റെ 1 മുതൽ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവിടെ മുടന്തനായ മനുഷ്യൻ്റെ സൗഖ്യമാണ്. നമുക്ക് വാക്യമില്ല, നന്നായിട്ട് അറിയാം അവിടെ എന്താ സംഭവിച്ചത്. അവിടെ ഈ പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെ ഒരു നടയ സുന്ദരമെന്ന ദേവാലയ ഗോപുരം, ആ ദേവാലയ ഗോപുരത്തിൻ്റെ അരിയിൽ അതിൻ്റെ വഴിയിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന പിറവിയിലെ മുടന്തനായിരിക്കുന്ന മനുഷ്യൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുടന്തനായി വന്ന ഈ മനുഷ്യൻ. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് ഈ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യോഹന്നാനും പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. നമ്മൾ വാക്യം ശ്രദ്ധിക്കണം. പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ ഭിക്ഷ ചോദിക്കുകയാണ്, ഭിക്ഷ തരണം എന്ന് ആവശ്യപ്പെട്ടു. അത് അവിടെ എഴുതി, പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ പത്രോസ് യോഹന്നാനും കൂടെ നമുക്ക് വാക്യം അറിയാം. അവൻ ഉറ്റുനോക്കിയ ഈ ഭിക്ഷ യാചിക്കുന്ന ഈ മുടന്തനായ മനുഷ്യൻ. എന്നിട്ട് അവർ പറയുകയാണ്,
ഇന്നേരം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ നോക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ അവനുണ്ട്. കാരണം എന്തെങ്കിലും കിട്ടുമെന്ന നിലയിൽ ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവനെ സൂക്ഷിച്ചു നോക്കി. നമ്മൾ ഈ 4-5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താ നമ്മളവിടെ കാണുന്നത്? 4-ാം വാക്യത്തിൽ പത്രോസും യോഹന്നാനും കൂടെ അവനെ നോക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, ഞങ്ങൾ നോക്കാൻ പറയുന്നു. അവൻ സൂക്ഷിച്ച നോക്കുന്നത് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. ഇനി 6-ാമത്തെ വാക്യം, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല. നമ്മൾ നോക്കി വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കിയ ഈ മനുഷ്യനോട് വല്ലതും കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് നോക്കിയ മനുഷ്യനോട് പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഒന്നുമില്ല. അവർ പറഞ്ഞ യാഥാർത്ഥ്യം, അവരുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, അവരുടെ ജീവിതത്തിൽ അവർ മീൻ പിടിച്ച് നടന്നവരാണ്. ആ സന്ദർഭത്തിലാണ് കർത്താവ് അവരെ ഈ ദൈവവിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായിരുന്നുള്ള കാര്യം നമുക്കറിയാം. കർത്താവ് തന്നെ പറഞ്ഞത്, പാമ്പുകൾക്ക് മാളമുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ്റെ തലയായപ്പോൾ ഈ ഭൂമിയിൽ ഒരു ഇടമില്ല. അന്നേരം കർത്താവിൻ്റെ കയ്യിലും ഒന്നുമില്ല, ശിഷ്യന്മാരുടെ കയ്യിലും ഒന്നുമില്ല. ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ചെയ്തതായ കാര്യം വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിനോട് പറഞ്ഞ്, പത്രോസേ നീ പോയി ചൂണ്ടലിടുക, കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു ചന്ദ്രധർമ്മ പണമുണ്ട്, എനിക്കും നിനക്കും കൂടെ നീ എന്ത് ചെയ്യണം, ആ പൈസ കൊണ്ടുപോയിട്ട് കരം വീട്ടുക. അന്നേരം ഒരു നയാ പൈസ എടുക്കാനില്ല. നമുക്കറിയാം, ഒരു പ്രത്യേക മീറ്റിങ്ങിൽ അവിടെ ആകെ അവരുടെ കയ്യിലുള്ള പൈസ 200 വെള്ളിക്കാശ. അതുകൊണ്ട് അവിടെ കൂടി വന്നിരിക്കുന്ന പുരുഷാരത്തിന് അപ്പം വാങ്ങാൻ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് തൃപ്തിപ്പെടുകയില്ല എന്നുള്ള കാര്യം അവിടെ എഴുതിയിരിക്കുന്ന യൂദായെ സംബന്ധിച്ചിടത്തോളം യൂദയാണ് പണസഞ്ചി കൈകാര്യം ചെയ്യുന്നത്. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പല സന്ദർഭത്തിലും പുള്ളി അതിൽ നിന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം ഇവിടെ സ്വരുകൂട്ടി വെക്കുന്ന എല്ലാം യൂദ കിട്ടുന്ന അവസരം അത് പുള്ളിക്കാരൻ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. പത്രോസ് യോഹന്നാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, വെള്ളിയും പൊന്നും ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അവർ പറയും, നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. അന്നേരം ഈ നാമത്തിൽ നടക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ ക്ഷണത്തിൽ എന്താ അവിടെ സംഭവിച്ച? മനുഷ്യൻ ചാടി എഴുന്നേൽപ്പാനിടയായത്. പത്രോസ് കൈ പിടിച്ചു, ചാടി എഴുന്നേറ്റു. അവിടെ നടന്ന് തുള്ളിയും ചാടിയും കൊണ്ട് ദൈവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ മേലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഈ നാമത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൈവശം ഈ ലോകപ്രകാരം ഒന്നുമില്ലെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മുടെ മുമ്പിൽ കൈമുതലായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിടത്തും നമ്മൾ ക്ഷീണിച്ചു കൊണ്ട് വരികയില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്തും നമ്മൾ ലജ്ജിതരാകത്തില്ല. ഈ നാമം തക്ക സമയത്ത് അത്ഭുതകരമായ നിലയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഈ രാവിലെ മനസ്സിലാക്കണം. നമ്മൾ ശ്രദ്ധിക്കുക. ഇവർ പറഞ്ഞ്, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, ഞങ്ങളുടെ കയ്യിലുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ പത്രോസും പടവും വലയും ഒക്കെ എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. അന്ന് കർത്താവിൻ്റെ പ്രതീക്ഷതയിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. അവിടെ ഊവെന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകളെ നീ പാലിക്കുക. സ്തോത്രം. അന്ന് പടവും വലയും വിട്ടതാണ്. ദൈവത്തിൻ്റെ വയലെ നേരത്തെ ഒന്ന് വിട്ടതാണ്. എന്ന രണ്ടാമത്തെ പ്രാവശ്യം വിടുന്നത് നമ്മൾ അവിടെ തിരുവചനത്തിൽ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം അവരുടെ കയ്യിലുള്ളത് യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിലില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വയലെ അവരുടെ കൈവശം ഒന്നുമില്ലെങ്കിലും ഈ നാമം അവർ ചെന്നിടത്തെല്ലാം തന്നെ അത്ഭുതം സൃഷ്ടിക്കുവാൻ ഇടയായ എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇവന് ഭിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരു വെള്ളിക്കാശ് കൊടുത്തെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 2 കൊടുത്തെന്നിരിക്കട്ടെ, അവനെ തൃപ്തനാക്കാൻ കഴിയുമോ? എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമം നാമത്തിൽ എഴുന്നേക്കാന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റപ്പോൾ
ദൈവത്തിന് വലിയ അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ആദ്യം അവൻ പോകുന്നത് അവൻ ദൈവാലയത്തിലേക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കർത്താവിന് അവൻ മഹത്വം കരേറ്റി, അവൻ ദൈവത്തിന് അവൻ നന്ദി കരേറ്റി, അവൻ തുള്ളിയും ചാടിയും കൊണ്ട് അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്ന് കർത്താവിന് അവൻ നന്ദിയോടെ സന്തോഷത്തോടെ അവൻ ആരാധിക്കുന്നതാണ് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അവൻ ദൈവത്തിന് മേലെ അവൻ ഈ ലോകത്തെ പണത്തിനോ അവൻ ഈ ലോകത്തിലുള്ള സമ്പത്തിനോ ഒന്നും തന്നെ അവൻ കഴിയാത്തത് അവൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് കഴിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മളത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഈ മുടന്തനായ മനുഷ്യനെ അവൻ നിശ്ചയമായിട്ടും അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ചെറുപ്രായത്തിൽ അവനാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നൽകാനായിട്ട് അവൻ നിശ്ചയമായിട്ടും വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകാം. പക്ഷെ ഒരു വൈദ്യനും അവന് സൗഖ്യം വരുത്താൻ കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നസറേയനായ യേശുവിൻ്റെ നാമം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പരിവർത്തനം വരുത്തുവാനിടയായി. നമ്മളത് മറക്കരുത്. ഹല്ലേലൂയ. അന്നേരം യേശുവിൻ്റെ നാമത്തിൽ അവൻ സൗഖ്യമുണ്ട്. നമുക്കറിയാം അവൻ ഈ സൗഖ്യത്തോടുകൂടി ബന്ധപ്പെട്ട ഭയങ്കര പ്രശ്നങ്ങൾ അവൻ അവിടെ ഉണ്ടാവാൻ ഇടയായി തീർന്ന അപ്പോസ്തലന്മാർക്കെതിരെ അവൻ വലിയ പ്രശ്നങ്ങൾ ഉളവായത് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. അവൻ അതിൻ്റെ 16-17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ അവൻ കാരണമായി തീർന്നു. അന്നേരം ഇവിടെ വലിയ പ്രതിസന്ധിയായി. ഇവൻ എങ്ങനെയാണ് സൗഖ്യമായത്? ആകെ വിഷയമായി. ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവൻ മുടന്തനായി ഇരുന്നപ്പം ആർക്കൊരു പ്രശ്നവുമില്ല. അവൻ സൗഖ്യം പ്രാപിച്ച ഇവൻ തുള്ളിയും ചാടി അവൻ ദൈവാലയത്തിൽ ചെന്ന് ഇവന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ആകെ അസ്വസ്ഥരായ ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ, അവൻ ഒരുവൻ മദ്യവെച്ച് ലക്ക് കേട്ട അവൻ കുടുംബവും നോക്കാതെ അവൻ വീടും നോക്കാതെ അതുപോലെ തന്നെ അവൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഒരു ഭീഷണിയായിട്ട് അവൻ ഈ ലോകത്തിൽ കഴിഞ്ഞാൽ ആർക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ അവൻ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ അവൻ തയ്യാറായാൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ അവൻ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല, അവന് ഒരു സമാധാനം കൊടുക്കത്തില്ല. അവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാനുള്ള അവൻ പദ്ധതിയാണ് പിന്നെ ആവിഷ്കരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമായി വിടും. ഇപ്പം വർഷങ്ങളായിട്ട് ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ അത്ഭുതകരമായ നിലയിൽ അവൻ വിടുവിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സൗഖ്യം, അവൻ്റെ വിടുതൽ അവൻ ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാർ രംഗത്ത് വരാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ പത്രോസ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യം, അവനെ പരിശുദ്ധനും നീതിമാനമായതിനെ നിങ്ങൾ തള്ളി പറഞ്ഞു. അന്നേരം ഇവിടെ സത്യത്തിൽ ലഭിച്ച അവസരം ശരിക്കും പത്രോസ് സുവിശേഷം പറയാനായിട്ട് മുഖാന്തരമാക്കി. ലഭിച്ച അവസരം ഇവിടെ മുടന്തൻ സൗഖ്യമായി അത് അവൻ്റെ ജീവിതത്തിലെ വിടുതല. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച അവസരം യേശു ക്രിസ്തുവിനെ കുറിച്ച് സവിസ്തരം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം ഓർപ്പിച്ച് അവസാനം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. എന്നിട്ട് നമ്മളെ വാക്യം വന്ന് ശ്രദ്ധിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ആ നാമം തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി മാറുവാൻ ഇടയായി, അല്ലെങ്കിൽ ഇവൻ ബലം പ്രാപിപ്പാൻ ഇടയായി എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവിടെ ഓർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അത്ഭുതത്തിൻ്റെ നാമമാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ അരികിൽ വന്ന് രോഗശാന്തി പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച ആയിരക്കണക്കിന് ജനമാണുള്ളത്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തു ചെയ്ത കാര്യം വിവരിക്കാൻ പോയ പുസ്തകങ്ങൾ തീരുകയില്ല. അത്രയ്ക്ക് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. 1-2 കാര്യങ്ങളല്ല. വിശുദ്ധ തിരുവചനത്തിൽ നമ്മൾ 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
അമീൻ സമാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമീൻ ഏകദേശം 40ഓളം അമീൻ അത്ഭുതങ്ങൾ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അമീൻ അത്ഭുതങ്ങളെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, ഒരു മീറ്റിങ്ങിൽ അമീൻ ആയിരക്കണക്കിന് ജനമാണ് കടന്നു വരുന്നത്. അമീൻ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവരിലുള്ള എല്ലാവരിലുമുള്ള രോഗത്തെ സൗഖ്യമാക്കി, അമീൻ അവരിലുള്ള ഭൂതങ്ങളെ പുറത്താക്കി, അമീൻ അതുപോലെ തന്നെ യേശു കർത്താവ് ഭക്ഷണം കൊടുത്ത് ഭക്ഷിപ്പാൻ കൊടുത്തത്, അമീൻ വിടുവിച്ചത്, അമീൻ ദൈവത്തിന് വേണ്ടി അങ്ങനെ ആയിരക്കണക്കിന് ജനം അമീൻ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് അമീൻ യേശുവിൽ നിന്നുള്ള വിടുതൽ പ്രാപിപ്പാൻ അമീൻ ഇടയായി തീർന്നു. നമ്മളത് കാര്യം മനസ്സിലാക്കണം. കർത്താവിൽ വിശ്വസിച്ച അല്ലെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്കൊരു പക്ഷപാത രോഗിയെ 4 ആൾ ചുമന്നുകൊണ്ട് അമീൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നതാണ് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അമീൻ നമ്മൾ വായിക്കുന്നത്. അവനെ ചുമന്നുകൊണ്ടുവന്നു. പക്ഷെങ്കിൽ പുരുഷാര നിമിത്തം അകത്തേക്ക് കടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ ചെയ്ത കാര്യമെന്ന് പറയുന്നത്, അവർ 4 പേരും കൂടെ അമീൻ വളരെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അമീൻ മേൽക്കൂര പൊളിച്ച അമീൻ ഈ കട്ടിലിൽ കിടക്കുന്നവനെ എടുത്ത് അമീൻ യേശു ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് അവൻ ആ മേൽക്കൂര പൊളിച്ചിറക്കുവാൻ അമീൻ ഇടയായി തീർന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന അമീൻ ഈ മനുഷ്യനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അമീൻ യേശു അമീൻ അവനെ സൗഖ്യമാക്കാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ അരികിൽ അനേക രോഗികൾ വന്നു. അമീൻ അവരോട് കർത്താവ് ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ: അമീൻ എനിക്കിത് കഴിയുമെന്ന് അമീൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ അമീൻ പരിശുദ്ധാത്മാവ് അമീൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അമീൻ നമ്മുടെ യേശു കർത്താവിന് ഇന്ന് രാവിലെ നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിന്മേൽ മറുപടി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ വാസ്തവമായിട്ടും അമീൻ വിശ്വസിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ ഞാൻ പറയട്ടെ, അത്ഭുതകരമായ അമീൻ ദൈവ വിടുതലിനെ നൽകാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളിത് വിശ്വസിക്കണം. ഇന്ന് രാവിലെ പറയണം: അമീൻ ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. അമീൻ എൻ്റെ സകല രോഗത്തിൽ, എൻ്റെ സകല പ്രശ്നത്തിൽ അമീൻ അവിടുന്ന് പരിഹരിപ്പാൻ എൻ്റെ ദൈവം അമീൻ മതിയായവനാണ്. സ്തോത്രം. ലേലിയ 4-ാം അധ്യായം 10-ാം വാക്യത്തിലും അമീൻ ഈ മനുഷ്യൻ്റെ സൗഖ്യത്തോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ സന്നദ്ധപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ സംസാരിക്കുന്നത് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. സ്തോത്രം. അമീൻ നമ്മുടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 17 മുതൽ അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ അമീൻ അവിടെ അമീൻ ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ട് അമീൻ കർത്താവിനോട് പറയുന്ന കാര്യമെന്ന് ശ്രദ്ധിക്കണം. 17 മുതൽ അതിൻ്റെ 20 വരെയുള്ള വാക്യം. അമീൻ ആ 70 പേര് അമീൻ സന്തോഷത്തോടെ അമീൻ മടങ്ങി വന്നു. അമീൻ കർത്താവെ, അമീൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും അമീൻ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് അമീൻ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം. അമീൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തി മാത്രമല്ല, അമീൻ പൈശാചിക ശക്തിയുടെ മേലുള്ള അമീൻ വിടുതലുകളെ ദൈവം നൽകുന്നവനാ. സ്തോത്രം. ഹല്ലേലൂയ. അമീൻ യേശു ക്രിസ്തുവിൻ്റെ നാമം അമീൻ നമ്മെ സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമം അമീൻ പൈശാചിക ശക്തികളിൽ നിന്ന് അമീൻ നമ്മെ വിടുവിക്കുന്ന. സ്തോത്രം. ഇന്ന് രാവിലെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലെ അമീൻ പൈശാചിക വ്യാപാരങ്ങൾ, പൈശാചിക ശക്തികളാണ്. അമീൻ പിശാചിന്റെ പ്രവർത്തനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ ഒറ്റ ലക്ഷ്യമുള്ള അറക്കുക, മുടിക്കുക, അമീൻ നശിപ്പിക്കുക. ഇതിനപ്പുറത്ത് അവനൊരു ലക്ഷ്യമില്ല. ഇതിന് അപ്പുറത്ത് അവനൊരു പദ്ധതിയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പേരിലെ പിശാച് പല നിലയിൽ അമീൻ നമ്മുടെ കുടുംബങ്ങളിൽ, അമീൻ നമ്മുടെ വ്യക്തികളിൽ അമീൻ പ്രവർത്തിച്ചെന്ന് വരാം. ഇന്ന് രാവിലെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമുക്ക് വിടുതൽ തരാൻ കഴിയുന്ന ഏക നാമം അമീൻ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമെന്നുള്ള കാര്യം അമീൻ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കറിയാമല്ലോ, ചില കുടുംബങ്ങളിൽ അവന് ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. അമീൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അമീൻ ജോലിയില്ലാഞ്ഞിട്ടാണോ? വീടില്ലാഞ്ഞിട്ടാണോ? വാഹനമില്ലാഞ്ഞിട്ടാണോ? അമീൻ എന്തിൻ്റെ കുഴപ്പമാണ്? അമീൻ ജോലിയുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, അമീൻ ദൈവത്തിന് വില എല്ലാ അമീൻ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിൽ സമാധാനം മാത്രമില്ല. അമീൻ പിശാച് അമീൻ തകർക്കുക, എന്നും അലോഹ്യം മാത്രം, എന്നും കലഹമാ വീട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വില അതിൻ്റെ അടിസ്ഥാന കാരണം ഇന്ന് രാവിലെ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അമീൻ എന്താണ് കാരണം? അമീൻ അടിസ്ഥാനപരമായി അതിൻ്റെ വിഷയം എന്താണ്? അമീൻ ദൈവത്തിന് മേലെ അമീൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് സന്തോഷത്തോടെ കഴിയേണ്ടിയ, സമാധാനത്തോടെ കഴിയേണ്ടിയ ആ കുടുംബത്തെ പിശാച് അമീൻ തകർത്ത് കളയുന്നതാണ് നമുക്കിവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക. അവൻ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. അവൻ സ്വർഗതുല്യമായിട്ട് കഴിയേണ്ടിവരാണ്. പക്ഷേ അത് കഴിയാതെ വേണം ജീവിതത്തിൽ എന്നും അമീൻ പ്രശ്നങ്ങളായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലൈവിൽ പണ്ട് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ഞാൻ അമീൻ മലപ്പുറത്ത് ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന സമയം എനിക്കറിയാവുന്ന ഒരു കുടുംബം, അമീൻ നല്ല ഒരു 10,000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള ഒരു വലിയൊരു വീട്
മനോഹരമായ ഒരു വീട്. അപ്പനും അമ്മയും മകനും ഭാര്യയും അവരുടെ 2 മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, അപ്പനും അമ്മയും ഒരു കഞ്ഞി വെക്കും, മക്കൾ വേറെ കഞ്ഞി വെക്കും. വീട്ടിൽ എന്നും പ്രശ്നമാണ്, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഇതിൻ്റെ പേരിൽ വീട് നല്ലതാ, എയർ കണ്ടീഷൻ ചെയ്തതാ, കിടന്നുറങ്ങാൻ നല്ല മെത്തയുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിൽ സമാധാനം കെടുത്തി കളയുന്ന പൈശാചിക വ്യാപാരങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇതിൽ നിന്ന് മോചനം തരുവാൻ കഴിയുന്ന ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണെന്നുള്ള കാര്യം ഈ രാവിലെ നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ശാരീരിക പ്രശ്നങ്ങൾ ദൈവം വിടുതലയക്കാൻ മതിയായവനാണ്. അതുപോലെ തന്നെ പൈശാചിക ശക്തിയുടെ മേല് വിടുതൽ തരാൻ കഴിയുന്ന ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകാം. കർത്താവിൻ്റെ പൈതലെ നമ്മൾ ഒരിക്കലും പിശാചിനാൽ ബന്ധിക്കപ്പെട്ട കഴിയേണ്ടി വരല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ നീതി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ദൈവത്തിൻ്റെ പേരിൽ അത്ഭുതകരമായ നിലയിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കാൻ അവിടുന്ന് മതിയായവനാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം പൈശാചിക ശക്തിയിൽ നിന്ന് നമ്മെ വിടിവെക്കുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ മുടന്തനായ മനുഷ്യൻ, മുൻപേ പറഞ്ഞ മുടന്തനായ മനുഷ്യൻ അവനുണ്ടായ സൗഖ്യം നിമിത്തം ഈ അപ്പോസ്തലന്മാർക്ക് നേരെ വലിയ ഉപദ്രവങ്ങളെ ഇവർ അഴിച്ചുവിടാനിടയായി തീർന്നു. അവരോട് പറഞ്ഞു, ഇനിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അശേഷം ഇനി സംസാരിച്ചു പോകരുത്. അശേഷം നിങ്ങൾ ഇനി സംസാരിക്കരുത്. അവർ തർജ്ജനം ചെയ്തു. അവർ ഭീഷണി മുഴക്കുമ്പോൾ പറഞ്ഞു കാണാം, നിങ്ങളുടെ ഗുരു എന്ന് പറയുന്ന പുള്ളിയുണ്ടല്ലോ, യേശു കർത്താവിനെ കുറിച്ച്, യേശു കർത്താവിനെ ക്രൂശിച്ചതുപോലെ നിന്നെ ഓരോന്നിനെയും ക്രൂശിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിന്ന് വരാം. പക്ഷേങ്കിൽ നമ്മൾ ദൈവത്തിനെ നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന് വലിയ നമ്മൾ അവിടെ എന്താ കാണുന്നത്? ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ ശക്തിയോടെ വളരെ ധൈര്യത്തോടുകൂടെ അവർ യേശുവിനെ ഉയർത്തുന്നത് നമ്മൾ വായിക്കും. 4-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും അത് ജനത്തിൻ്റെ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജമ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, അടുത്തത് ഉപദേശിക്കുകയും അരുതെന്ന് പറഞ്ഞു. അതിന് പത്രോസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ 19-ാമത്തെ വാക്യം. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിനു മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. 20-ാമത്തെ വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതിന് വലിയ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? ഇവരുടെ ജീവിതത്തിൽ ഇവരെ ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൂടെ വന്ന് ഭീഷണിപ്പെടുത്തി, ഇനിയും അശേഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇനി സംസാരിച്ചേക്കരുത്. അവർ പറയുക, അപ്പോസ്തലന്മാർ പറയുക, ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്ന ന്യായമാണോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പി. എന്നിട്ട് പറയുക, ഞങ്ങൾ കണ്ടതും കേട്ടതും പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം നമുക്കന്ന് ധൈര്യം നൽകുന്നതാണ്, നമ്മെ ശക്തീകരിക്കുന്നതാണ്. സ്തോത്രം. നമ്മളത് മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, ഈ ശിഷ്യന്മാർ തന്നെയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിന്റെ ക്രൂശീകരണം നടക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടവർ കഥകടച്ച് അവരാണെങ്കിൽ അതിനകത്തുണ്ടെന്ന് പോലും ഒരു മനുഷ്യനും അറിയാൻ കഴിയാത്ത നിലയിൽ അവർ ഭയന്ന് കഴിഞ്ഞ സമയം. ഹല്ലേലൂയ. അതേ ശിഷ്യന്മാർ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കണ്ടതോ കേട്ടതോ പ്രസ്താവിപ്പാതിരിപ്പാൻ ഞങ്ങൾ കഴിയുമോ? ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്ന ന്യായമാണോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പിൻ.
അമ്മ ദൈവത്തിന് വേല ഈ അസാധാരണമായ ധൈര്യം അമ്മൻ ഇവർക്ക് ലഭിച്ചത് അമ്മൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെയാണ്. ഇന്ന് രാവിലെ അമ്മൻ ആരെങ്കിലും അമ്മൻ വിഷയങ്ങളുടെ നടുവിൽ അമ്മയും ഭയന്ന് കഴിയുന്നെങ്കിൽ, അമ്മയും വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ള ആശങ്കയിൽ അമ്മൻ ആരെങ്കിലും കഴിയുന്നെങ്കിൽ, ഞാൻ അവരോടായി പരിശുദ്ധാത്മാവിൽ ഇന്ന് രാവിലെ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അമ്മൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് അമ്മൻ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ അനേക പ്രശ്നങ്ങളുണ്ട്, അമ്മൻ നമ്മുടെ മുമ്പിൽ അനേക വിഷയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ, അമ്മൻ ബലപ്പെടുവാൻ, അമ്മൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം അമ്മൻ നമ്മെ സഹായിക്കുന്നത് ഓർത്ത് നമ്മൾ ഈ രാവിലെ ദൈവത്തിന് നന്ദി കരയറ്റണം. അമ്മൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. ഈ നാമം അമ്മൻ നമ്മെ ശക്തീകരിക്കുന്ന നാമമാ. ഈ നാമം നമ്മെ ബലപ്പെടുത്തുന്ന നാമമാ. ഈ നാമം അമ്മൻ നമ്മെ ധൈര്യമുള്ളവനാക്കി മാറ്റുന്നവന നാമമാ. അല്ലെങ്കിൽ നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 40-41 വാക്യം അപ്പോസ്തലർ പ്രവൃത്തി തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദാസന്മാർ ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്. അതിൻ്റെ 41 വാക്യം, അപ്പോസ്തലന്മാരെ വരുത്തി അവൻ അടുപ്പിച്ചു. ഇനിയും യേശുവിൻ്റെ നാമത്തിൽ അവൻ സംസാരിക്കരുതെന്ന് അവൻ കൽപ്പിച്ച അവൻ അവരെ വിട്ടയച്ചു. നമ്മൾ ശ്രദ്ധിക്കണം, ഉപദ്രവം ആരംഭിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അവൻ അവരെ അടുപ്പിച്ചു. അവൻ എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ നിങ്ങൾ സംസാരിച്ചേക്കരുത്. അവൻ എന്നാൽ അവൻ 41 വാക്യം, അവൻ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ അവൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് അവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെയും അവർ ദിനം പ്രതി അവൻ ദൈവാലയത്തിലും വീട് തോറും അവൻ വിടാതെ അവൻ ഉപദേശിക്കുകയും അവൻ യേശുവിനെ അവൻ ക്രിസ്തു എന്ന് അവൻ സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം ദൈവത്തിന്റെ പേര്. അവൻ അടികൊണ്ടു. അവളുടെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ആദ്യം അവൻ അടികൊള്ളുന്നത്, സുവിശേഷ നിമിത്തം അടികൊള്ളുന്നത് ഇവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ തടവിലാക്കപ്പെട്ടു, അവൻ അടികൊണ്ടു. അമ്മൻ പക്ഷെങ്കിൽ അമ്മീൻ അവിടെ 41 വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമ്മൻ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ അമ്മൻ യോഗ്യരായി എണ്ണുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട്, അടിയും കൊണ്ടിട്ട് അമ്മൻ സന്തോഷിച്ചുകൊണ്ട് പോകുന്നത് അവൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ മാർഗം മാത്രമാണ്. നമുക്കറിയാമല്ലോ, അമ്മൻ ലോകത്തിൽ അമ്മൻ നമ്മുടെ രാജ്യത്ത് ലോകത്ത് അമ്മൻ ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ ഉപദ്രവിക്കുമ്പോൾ ഹല്ലേലൂയ അവർ തിരിച്ച് പ്രതികരിക്കാതെ, അവർ ശാപവാക്കൾ ഉച്ചരിക്കാതെ അമ്മീൻ അവർ സന്തോഷിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാരണം അമ്മീൻ അവർ ഈ നാമത്തിൻ്റെ മഹത്വം അറിയുന്നവരാണ്. ഹല്ലേലൂയ. അമ്മീൻ ഇവിടെ പറയാ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ അമ്മ തങ്ങൾ എണ്ണപ്പെട്ടത് കൊണ്ട് അമ്മീൻ അവർ സന്തോഷിച്ചുകൊണ്ട് അമ്മീൻ അവിടെ എഴുതിയിരിക്കുന്നവർ അമീൻ യേശു ക്രിസ്തുവിന്റെ നാമം അമീൻ സുവിശേഷിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അമീൻ ദിനംപ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ അമീൻ ഉപദേശിക്കുക. അമീൻ യേശുവിന് അമീൻ ക്രിസ്തു എന്ന്, അമീൻ യേശുവാണ് രക്ഷകൻ എന്ന്, അമീൻ യേശുവാണ് അഭിഷക്തൻ എന്ന്, അമീൻ യേശുവാണ് മശിഹ എന്ന് അവർ ധൈര്യത്തോടെ അവർ പ്രസ്താവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ദൈവത്തിന് പേര് അമീൻ അവർക്കത് കഴിഞ്ഞത് അമീൻ ഈ നാമം നൽകിയ അമീൻ ശക്തിയാണ്. അമീൻ ഈ നാമം നമ്മെ ശക്തീകരിക്കുന്ന നാമമാണ്. ഇന്ന് രാവിലെ ആരെങ്കിലും ഭയന്ന് കഴിയുന്നെങ്കിൽ അവരെ ബലപ്പെടുത്തുന്ന നാമം. വിഷയങ്ങളുടെ നടുവിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ അവരെ ശക്തീകരിക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന അമീൻ നാമമാണ് യേശുവിൻ്റെ നാമം എന്നുള്ള കാര്യം ഈ രാവിലെ നമ്മൾ മനസ്സിലാക്കുക. അമീൻ ദൈവത്തിന് വേലേ. അമീൻ നമുക്കറിയാം ഫിലിപ്പിലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. അമീൻ അവിടെ വിശുദ്ധ പൗലോസ്ലീഹ അമീൻ ഓർപ്പിക്കുന്ന കാര്യം എന്താണ്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ ഓർപ്പിക്കുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അമീൻ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി അമീൻ സകല നാമത്തിലും അമീൻ മേലായ അമീൻ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ അമീൻ സ്വർലോകരുടെയും അമീൻ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങി എല്ലാ നാവും അമീൻ യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി അമീൻ ഏറ്റു പറയേണ്ടി വരികയും ചെയ്യും. ദൈവത്തിന് വലിയ എല്ലാ നാമത്തിലും അമീൻ മേലായ നാമം, അമീൻ എല്ലാ നാമത്തിലും അമീൻ മേലായ നാമമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ഈ രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അമീൻ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അമീൻ 1-ാം അധ്യായം അതിൻ്റെ 20 അമീൻ 21, 22 അമീൻ വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു,
അവനെ മരിച്ചിടയിൽ നിന്ന് ഉയർപ്പിക്കുകയും അവൻ സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും അവൻ ഈ ലോകത്തിൽ മാത്രമല്ല അവൻ വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും അവനടുത്ത് എഴുതിയിരിക്കുന്ന സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി അവൻ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ അവൻ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ശ്രദ്ധിക്കണം, നമ്മുടെ യേശുവിന്റെ നാമം അവൻ എല്ലാ നാമത്തിലും അവൻ മേലായ നാമമാണ്. അവൻ ഈ നാമത്തോട് തുല്യം ചൊല്ലാൻ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആദ്യം സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ നമ്മൾ പറയണം, എൻ്റെ യേശുവിൻ്റെ നാമം അവൻ സർവനാമത്തിലും അവൻ മേലായ നാമമാണ്. ആ നാമത്തിൽ ഈ പകൽ ശരണപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയോട് ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവം ഭാഗയായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ 29-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം, അവൻ യഹോവയുടെ നാമത്തിന് അവൻ തക്ക മഹത്വം കൊടുപ്പേ. ഈ നാമത്തിന് തക്ക മഹത്വം അവൻ കരയേറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ എല്ലാവരും അമീൻ ഓർത്ത് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അമീൻ എൻ്റെ കൊച്ചുമകൻ അമീൻ ഡീൽ മോനെ പനിയാൽ ഭാരപ്പെടും ദൈവം ഉടൻ വിടുതൽ നൽകട്ടെ. അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവരങ്ങൾ സമർപ്പിച്ച ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ അമീൻ രോഗികൾക്കായി, സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കായി, ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി സകലരെ നമുക്ക് ദൈവരങ്ങളെ കേൾപ്പിച്ചൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവിന്റെ പാദപ്പെടുത്തി ഈ രാവിലെ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ പരിശുദ്ധനായ ദൈവം ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകയാൽ ഇന്ന് രാവിലെ ഞങ്ങൾ കർത്താവിനെ നന്ദിയോട് ഈ രാവിലെ സ്തോത്രം ചെയ്യുന്ന പിതാവേ, എൻ്റെ നാമത്തിൻ്റെ വിടുതൽ ഞങ്ങൾക്ക് രാവിലെ കണ്ട് സന്ദർശിപ്പാൻ പിതാവേ, അവിടുന്ന് പിന്നെയും കൃപ വരുന്നതിനായി സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് രാവിലെ ഞങ്ങളെ ഏൽപ്പിച്ച ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുന്ന കൃപയ്ക്കാണ്ട് സ്തോത്രം. കർത്താവെ, ഇവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കും രാവിലെ നന്ദി കരയറ്റുന്നു. ലൈവിലുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. കൃപ തന്നെ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ നാമത്തിലുള്ള ദൈവീയ വിടുതല ഇന്ന് പകൽ അവിടുത്തെ മക്കളുടെ മേലയച്ചാട്ട് രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ അവിടുത്തെ വിടുതലിനെ കൽപ്പിച്ച ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവ്. ദൈവത്തിന് വലിയ പ്രവൃത്തി കർത്താവ് ഇന്ന് പകൽ അവിടുത്തെ ജനത്തിമേലയക്കണം. ക്യാൻസർ രോഗത്താൽ, ഹൃദയ സംബന്ധമായി, കിഡ്നി സംബന്ധമായി, ലിവർ ലങ് സംബന്ധമായി, ബ്രെയിൻ സ്പൈൻ സംബന്ധമായി വിവിധ രോഗങ്ങൾ കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം വിടുവിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യണം. സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കായി സ്തോത്രം. ഉപജീവനത്തിൽ പോലും വഴിയില്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവങ്ങളോ ഇന്ന് രാവിലെ അടിയെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ആ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി അവിടെ തീർത്തു നൽകണമേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാവരെയും വിടുവിച്ചാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിതടങ്ങ സെവി കൊടുത്ത് അവൻ വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ട ജോലി അവർക്ക് ലഭിക്കാനിടയാണ്. ജോലി സംബന്ധമായ വിവിധ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവരും കർത്താവ് വിടുവിക്കണം. ഹയർ സ്റ്റഡിക്കായി വിവിധ രാജ്യങ്ങൾ കടന്നുപോയി കർത്താവ് പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. PR വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായി പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. കുടുംബ ബന്ധങ്ങൾ തകർച്ച നേരിടുന്ന കുടുംബങ്ങളെ ദൈവം വിടുവിക്കുമാറാകണമേ. മദ്യത്തിനുമായി കൃതത്തിന് അടിമകളായിരിക്കുന്നവരെ ദൈവം വിടുവിക്കുമാറാകണമേ. ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാ ജീവിതങ്ങളിലും ദൈവം ഇന്ന് പകൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കർത്താവെ കഴിയുന്ന എല്ലാവരും ഇന്ന് രാവിലെ ഇവിടുന്ന് വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കരങ്ങളിൽ സമർപ്പിക്കുന്ന രാജ്യത്തെ വിടുവിക്കണം. ലോകരാജ്യങ്ങളെല്ലാം കർത്താവിടുന്ന് വിടുവിക്കണം. ഭരണകർത്താക്കളെ എല്ലാവരെയും ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പകൽ ഞങ്ങൾ ജയത്തോടെ നടത്തണം. തന്നെ നാമം ഞങ്ങളുടെ മധ്യ ഉയരുവാൻ പിതാവേ, അവിടുന്ന് കൃപ വരുന്നതിനായി സ്തോത്രം. സകല മഹത്വവും വീഴ്ചയും എല്ലാം തിരുമേനിക്ക് അർപ്പിക്കുന്നു. പാതവിടുതലേക്ക് ഏൽപ്പിക്കട്ട. അവിടെ നിങ്ങളെ കേട്ടതിനായി സ്തോത്രം. ജയത്തോടെ ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല പകൽ ആശംസിക്കുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് വീണ്ടും ഒന്നിച്ച കടന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാം.